മാഡം, മാഡത്തിന്റെ പേരിൽ 5 ലക്ഷം രൂപയുടെ ഒരു GST നോട്ടീസ് വന്നിട്ടുണ്ട്. അതിന് എന്റെ പേരിൽ ബിസിനസ് ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. പുതിയൊരു GST സ്കാം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഇമാജിൻ നിങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടിൽ ഒരു റൂം വാടകയ്ക്ക് കൊടുത്തു. അപ്പോൾ വാടകക്കാരൻ വന്ന് ID കാണിച്ചിട്ട് ഏകദേശം 6 മാസത്തോളം താമസിച്ചിട്ട് അങ്ങ് പോയി. അപ്പം നിങ്ങൾ ഓർക്കും ഇവിടെ ഒരു സാധാരണ വാടകക്കാരനായിരുന്നല്ലോ ഇതെന്ന്. എന്നാൽ ആഴ്ചകൾക്ക് ശേഷം നിങ്ങളുടെ അഡ്രസ്സിൽ GST നോട്ടീസ് എത്തുമ്പോഴാണ് നിങ്ങളിവിടെ യഥാർത്ഥ തട്ടിപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പേരിൽ ഒരു വ്യാജ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഇതിന്റെ കീഴിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അതുപോലെ തന്നെ റെന്റൽ എഗ്രിമെന്റ് അദ്ദേഹത്തിന്റെ പേരിലായതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ പേരിൽ വരും. ഇപ്പം ഇങ്ങനെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയൊരു സ്കാമിൽ 1196 കോടിയുടെ ITC കണ്ടെത്തി. അപ്പോൾ ഇവിടെ യഥാർത്ഥ ഗുഡ്സ് സപ്ലൈ ചെയ്യാതെ വ്യാജ ഇൻവോയ്സുകളും ഇ-വേ ബില്ലുകളും ഉപയോഗിച്ചു. മാത്രമല്ല കഴിഞ്ഞ വർഷം മാത്രം 44,000 കോടി രൂപയുടെ വ്യാജ ITC ക്ലെയിമുകൾ പിടികൂടി. ഇപ്പോൾ ഗവൺമെന്റ് വെരിഫിക്കേഷൻ ഡ്രൈവ്സ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ നോട്ടീസ് ലഭിക്കുകയാണ്. പക്ഷെ ബിസിനസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾ അതിന് ലയബിൾ ആയിരിക്കില്ല. ഇൻഫാക്ട് നിങ്ങളുടെ പേരിൽ ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നതിന് NOC ആവശ്യമാണ്. അപ്പോൾ ഇത് സ്കാമേഴ്സ് വ്യാജമായിട്ട് ഉണ്ടാക്കാം. സ്റ്റിൽ GST നോട്ടീസ് ലഭിക്കുന്നതൊക്കെ നമുക്കൊരു തലവേദനയായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ കഴിയുന്നത്? അപ്പോൾ വാടകക്കാരൻ്റെ ID പ്രൂഫ് നിങ്ങൾ ശരിക്കും ഒന്ന് വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ റെന്റൽ എഗ്രിമെന്റിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. വാടകയ്ക്ക് കൊടുക്കുന്നത് നിങ്ങൾ റെസിഡൻഷ്യൽ യൂസിന് മാത്രമാണ്, ഒരു ബിസിനസ്സിനും അല്ല എന്നുള്ളൊരു കാര്യം. ഇനിയിപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു സ്കാമിൽ നിങ്ങൾ ഇരയായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 1930 വിളിക്കുക, അല്ലെങ്കിൽ cybercrime.gov.in റിപ്പോർട്ട് ചെയ്യുക.